ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ് വന്നത്. സ്പെഷ്യൽ ടോപ്പിക് അല്ല, IQ13 ഇന്ന് ഇറങ്ങുകയാണ്. ഡിസംബർ 3-ാം തീയതിയാണെന്ന്. ഡിസംബർ 3, 2024 IQ13 ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിൾ ഓപ്ഷൻസ് ആണ്. ഒന്ന് ആമസോണിലുണ്ട്, അതേപോലെ തന്നെ IQൻ്റെ സ്റ്റോറിലുണ്ട്. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് വേരിയൻ്റ് എനിക്ക് തോന്നുന്നു ഇത് ചൈനയിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. ഇന്ത്യയിലേക്കും വേൾഡ് വൈഡായിട്ടും ഇന്നാണത് റിലീസാവുന്നത്. നമ്മുടെ വീഡിയോ IQ13 പറ്റിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതിനെയൊക്കെ പറ്റി നമുക്കിന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ വെബ്സൈറ്റിലാണ്. നമ്മുടെ കയ്യിൽ ഫോണൊന്നുമില്ല റിവ്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ IQ13 മോൺസ്റ്റർ ഇൻസൈഡ് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഹാലോ LED ഒക്കെ ഉണ്ട് ക്യാമറയ്ക്ക് ചുറ്റും. ഓക്കെ, നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഓക്കെ, അനിമേഷനൊക്കെ സൂപ്പറാണ്. ഓക്കെ, ഓവറോളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2K 144Hz അൾട്രാ IQ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8 Elite. എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ ഒരു സക്സസറാണ് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നില്ല, അതാണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിനെ ഈ ചിപ്സെറ്റിനെ വ്യത്യസ്തമാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളതിൽ വെച്ച്, അതായത് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്നത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3നെക്കാട്ടും ഒരു 40-44% പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വലായിട്ടുള്ള പവർ കൺസപ്ഷൻ, അതേപോലെ തന്നെ കേപ്പബിലിറ്റീസ്, ഫോണിൻ്റെ സ്പീഡ്, അതേപോലത്തെ എല്ലാ കാര്യങ്ങൾക്കും മൾട്ടി ടാസ്കിങ്, ഇതെല്ലാനും ഇതിൽ കുറച്ചുകൂടി കുറച്ചല്ല നല്ല രീതിയിൽ ബെറ്റർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം വരാൻ സാധ്യതയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 Elite. സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q2 ഇത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അതേപോലെ തന്നെ ബാറ്ററി 6250 mAh ബാറ്ററി ഉണ്ട്. 7K അൾട്രാ VC കൂളിംഗ് സിസ്റ്റം. PC കൂളിംഗ് സിസ്റ്റം എന്നറിയാമല്ലോ, ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് വളരെ കൂടുതൽ ഒന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആണ് അവർ അൾട്രാ VC കൂളിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് AC മാതിരി പ്രവർത്തിക്കുമെന്നാണ് ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ലൈറ്റ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് ചുറ്റും ഒരു ലൈറ്റ് ഉണ്ട്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഗെയിമിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു വൈബിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ അതനുസരിച്ച് ലൈറ്റ് കത്തും. അതേപോലെ തന്നെ ഗെയിമിംഗ് ആണെങ്കിൽ അതനുസരിച്ച് ഉള്ള ഒരു പെർഫോമൻസ് ലൈറ്റിങ്ങിൽ നിന്നുണ്ടാവും. ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പ്രീമിയം ഫീലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന് തോന്നുന്നത്. ഓക്കെ, കാണാനൊക്കെ രസമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ഓക്കെ, ഇതൊരു വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. 3 വേരിയൻ്റ് ഉണ്ടോ? ഗ്രേ, വൈറ്റ്. ഓക്കെ, ആഡ് സം വൈബ് ടു ഗെയിമിംഗ്. ലൈറ്റിന് അത് വേണ്ടിയിട്ടാണ്. ദ ലൈറ്റ് ഫ്ലാഷസ് ഇൻ റിതം വിത്ത് മ്യൂസിക് ആൻഡ് ഗെയിംസ്. മ്യൂസിക്കിൻ്റെയും ഗെയിംസിൻ്റെയൊക്കെ റിതം അനുസരിച്ച് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. ഇതൊക്കെ നോർമൽ ഫീച്ചേഴ്സ്. പിന്നെന്തിട്ടാണ്, ഓക്കെ, പവർഫുൾ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite. എല്ലാ കാര്യങ്ങളും വരുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? വെയിറ്റ് സം ടൈം. എനിക്ക് തോന്നുന്നു നെറ്റ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ വന്നു. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ളതിൽ വെച്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരുന്നു ഇതിൻ്റെ ഒരു പൂർവികൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനേക്കാളൊരു 40-45% കപ്പാസിറ്റി, ഒരു എഫിഷ്യൻസി കൂടിയ രീതിയിലാണ് സ്നാപ്ഡ്രാഗൺ 8 Elite പുറത്തിറക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നും പറയാനായിട്ടുള്ളത്. പവർഫുൾ ചിപ്സെറ്റാണ്, എല്ലാം നല്ല സ്പീഡായിരിക്കുള്ളൂ. സ്മൂത്ത് പെർഫോമൻസ്, മെമ്മറി എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q2. ഇത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്.
The combination of game super resolution with all new supercomputing chipset due to deliver ultra HD graphics, surprising 80 images. Okay. ഗെയിമിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഈ ഫോണിൽ കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു എക്സ്ട്രാ ചിപ്സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്പെക്ക് ആണെങ്കിലും വളരെ മോശമല്ല. 144 FPS പെർ ഫ്രെയിം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 2K 144 Hz അൾട്രാ ഐക്യർ ഡിസ്പ്ലേ. ഐക്യർ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താണ് ഐക്യർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സറൗണ്ടിങ് ലൈറ്റ് അനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ഒക്കെ ഒഴിവാക്കുക, ബ്ലൂ ലൈറ്റ്സ് ഒഴിവാക്കുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അൾട്രാ ഐക്യർ ഡിസ്പ്ലേ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ എനിക്കറിയില്ല. ഏതൊക്കെ റേസാണ് ഇവർ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. 2K റെസൊല്യൂഷനിലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ 6.8 ഇഞ്ച് ആണ് ഇതിൻ്റെ വലിപ്പം. ഓക്കെ, ഗ്രേറ്റ്. 144 Hz റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് റീഫ്രഷ് റേറ്റ് എത്ര കൂടുന്നു അത്രയും ഫോണിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരും. അതായത് നല്ല സ്മൂത്ത് കൺട്രോളിങ് ആയിരിക്കുള്ളൂ. ടച്ചല്ല, സ്ക്രോളിങ്ങിനായാലും അതേപോലെ തന്നെ അനിമേഷൻസ് ഉണ്ടാവും, ട്രാൻസ്മിഷൻസ് ആൻഡ് അനിമേഷൻസ് ഉണ്ടാവും. അതിനൊക്കെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് വേണം. അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷൻ പിന്നെന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, പവർഫുൾ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാത്തിലുള്ള 3D അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. IP68+ IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കും ഈ ഒരു ഫീച്ചർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓക്കെ, ഏകദേശം 6000 mAh അൾട്രാ തിൻ ബാറ്ററി ഇതിനുണ്ട്. ഇതിൻ്റെ ഇനി നമുക്കറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗെയിമിങ്. ഒരു ഹെവി ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 6 to 8 hours ചാർജ് കിട്ടും. വീഡിയോ പ്ലേ ബാക്ക് ആണെങ്കിൽ 19 hours, മ്യൂസിക് പ്ലേ ബാക്ക് ആണെങ്കിൽ 92 hours കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇന്നേ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 1-1.5 ദിവസമൊക്കെ നിങ്ങൾക്കിത് സ്മൂത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. 120 watts ഫാസ്റ്റ് ചാർജിങ് ഇതിനുണ്ട്. പിന്നെ 40 minutes, 14 മിനിറ്റ് കൊണ്ട് ഇത് 14 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് 15 മിനിറ്റ് കണക്കാക്കാം. 1% നിന്ന് 50% ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 14 മിനിറ്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ 100% ചാർജ് ആകുന്നതിന് വേണ്ടി 30 minutes മാത്രം മതി എന്നാണ് പറയുന്നത്. ഓക്കെ, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലാർജ് ബാറ്ററി, ബൈപാസ് ചാർജിങ്, അങ്ങനത്തെ ഇമേഴ്സ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ കുറേ സ്പെക്കിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഗെയിമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഫോൺ എടുക്കുന്നതിൽ ഒരിക്കലും നഷ്ടം വരില്ല. ഇവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്, ഗെയിമിംഗ് ഗ്രാഫിക്സ് അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. 7K അൾട്രാ VC കൂളിംഗ് സിസ്റ്റം ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണ് കൂളിംഗ് സിസ്റ്റം. അതെല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് AC ടൈപ്പ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Imagine beyond what you see. Okay, coming to the camera. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ക്യാമറ 50 MP IMX 921 സെൻസർ വെച്ചിട്ടുള്ളൊരു ക്യാമറയാണ്. രണ്ടാമത്തെ ടെലിസ്കോപ്പിക് ക്യാമറയാണ്. അതും 50 MP ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു വൈഡ് ആംഗിൾ ക്യാമറ, അതും 50 MP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ ബെറ്ററാണ്. f1.88 എന്ന് പറയുന്നത് അതിൻ്റെ അപ്പേർച്ചറാണ്. അതൊരു ക്യാമറയുടെ അപ്പേർച്ചർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ക്യാമറയ്ക്ക് ഒരു ലെൻസ് ഉണ്ടാവുമല്ലോ, ആ ലെൻസിനുള്ളിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവിനെ സാധിക്കുന്നതാണ് അതിൻ്റെ അളവാണ് ഒരു അപ്പേർച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര അപ്പേർച്ചർ ഉണ്ടോ അത്രയും കൂടുതൽ ലൈറ്റ് വരും. സോ 1.88 അപ്പേർച്ചർ, ഇറ്റ് ഈസ് ഗുഡ്. 4S സൂം ഉണ്ട്. ഓക്കെ, ടെലിഫോട്ടോ ക്യാമറ ആണെങ്കിൽ 1.85 ആണ് അതിൻ്റെ അപ്പേർച്ചർ. അതേപോലെ തന്നെ
അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണെങ്കിൽ 1.276 ആണ് ഇതിൻ്റെ അപ്പേഴ്ച്ചർ. നമുക്കൊരു സെൽഫി ക്യാമറ ഉണ്ട്, 32 MP ആണ്, മെഗാ പിക്സൽ 32 മെഗാ പിക്സൽ ഉള്ളൊരു സെൽഫി ക്യാമറയുണ്ട്. ഫോട്ടോഗ്രാഫി, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, രാത്രി നൈറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്നതാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. മൾട്ടി പോർട്രയൽ ദാറ്റ് സേഫ്റ്റി. ഓക്കെ, ക്യാമറയുടെയൊക്കെ പല സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിയലി ഗ്രേറ്റ്. കം വിത്ത് AI ഫീച്ചർ, ഇമേജ് ആൻഡ് ആൽബം AI. ഓക്കെ, AI ഇറേസ് ഫീച്ചർ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് എല്ലാ ഫോണിലും ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. AI ഇറേസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ നമുക്ക് ഒരു ഫോട്ടോയിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, AI ഫോട്ടോ എൻഹാൻസ്, ഫോട്ടോ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ പറ്റും. സൂപ്പർ ഡോക്യുമെൻറ്റേഷൻ സ്കാനറുണ്ട്, ഡോക്യുമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യാം. അത് വളരെ ഗുഡാണ്. പക്ഷേ ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഉള്ളൊരു ഫീച്ചറാണ് അതൊക്കെ. ജിമിനി അസിസ്റ്റൻസ് ഇതിലുണ്ട്, ഗൂഗിളിൻ്റെ ജിമിനി ഇതിൽ എനേബിൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, സർക്കിൾ ടു സെർച്ച്, ബാക്കിയെല്ലാം ബേസിക് ഫീച്ചേഴ്സ്. ട്രാൻസ്ലേറ്റ് ഓൺ ഗൂഗിൾ ലെൻസ്, സൈഡ് ബാർ, ഡിസൈൻ ആൻഡ് പേഴ്സണലൈസേഷൻ, ഇതൊന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, എന്തോ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അനിമേഷൻസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അനിമേഷൻ അല്ല, ടച്ച് ചെയ്യുമ്പോൾ അനിമേഷൻ ആണോ? ഓക്കെ, ലിങ്ക് ടു വിൻഡോസ്. ഓക്കെ, നമ്മുടെ ഫോൺ വിൻഡോസിൽ നമുക്ക് മിറർ ചെയ്യാൻ പറ്റും. എസ് ക്യാപ്ചർ സ്ക്രീൻഷോട്ട് ലൈക്ക് നെവർ ബിഫോർ. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് ആൻഡ് അപ്ഡേഷനെ പറ്റി ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താണത്? നോട്ട് റിമെമ്പറിങ് ഇറ്റ് എക്സാക്ട്ലി. ഓക്കെ, 4 years ഓഫ് ആൻഡ്രോയിഡ് OS അപ്ഡേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ 5 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 2 വേരിയൻ്റ് ഇറങ്ങുന്നുണ്ടല്ലേ. 12GB റാം പ്ലസ് 256GB ആണെങ്കിൽ 54,999 രൂപയും, അതേപോലെ തന്നെ 16GB റാം പ്ലസ് 512GB സ്റ്റോറേജും ആണെങ്കിൽ 59,699 രൂപ. ഇപ്പോൾ ഈ കാര്യം കണ്ടപ്പോൾ ഞാനൊരു പഴയൊരു കാര്യം ഓർത്താണ്. iQOO 12 എന്ന് പറഞ്ഞൊരു ഹാൻഡ്സെറ്റ് ഉണ്ട്, ഈ സെയിം വേരിയൻ്റ് ആണ്. അതായത് 12GB റാം പ്ലസ്, നമ്മൾ ബേസ് വേരിയൻറ്റിനെ പറ്റി പറയാം. 12GB റാം പ്ലസ് 256GB സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്ന എന്നിട്ടാണ് iQOO 12 എന്ന് പറയുന്നൊരു ഫോണുണ്ട്. അതിൻ്റെ വില 52,000 ചില്ലുവാനും രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വില കൂടുതലുണ്ട്. ജസ്റ്റ് കമ്പയർ ചെയ്തതേ ഉള്ളൂ, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. iQOO 13 എന്ന് പറയുന്ന ഫോൺ ഇന്നാണ് ഇറങ്ങിയത്, ഡിസംബർ 3-ാം തീയതി ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ കുറേ വീഡിയോസിൻ്റെ എടുത്ത് നോക്കിയായിരുന്നു, പക്ഷേ ഒന്നും ഇത്രയും സ്പെക്കുകളൊക്കെ അവർ ഇന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരുന്നത്. ഒന്നും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, ഡാറ്റാസ് എല്ലാം ക്ലിയർ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫോൺ വേണ്ട ആൾക്കാർക്ക് ആമസോണിലുണ്ട്, iQOO സ്റ്റോറിലുണ്ട്, പോയി എടുക്കാവുന്നതാണ്. കാശുള്ളവരൊക്കെ പോയി എടുക്കുക. അത്രയ്ക്കും എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ EMI എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. iQOO 13 എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഫോൺ. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, ശരി. അപ്പം